മാഷോട് വ്യക്തിപരമായ മറ്റൊരു ചോദ്യം. ഈ കാലത്ത് വിദ്യാർത്ഥി കാലത്ത് മാസ്റ്റർ സസ്യാഹാരം ശീലിച്ചിരുന്നു, അതിൻ്റെ കാരണം എന്താ? അതെ, എനിക്കിതിൻ്റെ ആരംഭം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഈ സമീപസ്ഥരായ ഹിന്ദുക്കളുടെ സംഭാഷണങ്ങളിൽ നിന്നും മറ്റുമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ 3ാം ക്ലാസ്സിൽ ചെന്ന് ചേർന്നപ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനികളുടെ പല പദപ്രയോഗങ്ങളും എനിക്ക് പരിചിതമായി തീർന്നിട്ടുണ്ട്. ബാലപരിശീലനം എന്നൊരു പുസ്തകം KG ഇട്ടിവൈദ്യർ എന്നൊരു വൈദ്യൻ തന്നെ എഴുതിയതാണ്, അച്ചടിപ്പിച്ചതുമാണ്. അതിന് വലിയവറ്റംതാൻ ഒരു അഭിനന്ദനം അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അഹിംസയെ പറ്റിയുള്ള ഒരു പാഠം അതിനെ വളരെ ആകർഷിച്ചു. ഇത് വാസ്തവത്തിൽ എല്ലാവരും പഠിക്കുകയും ആചരിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തീർക്കുന്നില്ലെന്ന് എന്താണ് ഇപ്പോൾ ഞാനിതെല്ലാം ഓർക്കുന്നില്ല. അത് കഴിഞ്ഞ് അന്ന് വീട്ടിൽ ചെന്ന ഉടനെ മേലാൽ ഞാൻ മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്നതല്ല എന്ന് എഴുതി വെച്ചു. 100 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഞാനൊരു കാര്യം നല്ലതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേവേന്ദ്രൻ വന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ്റെ കാര്യം ഇപ്പോൾ പറയുന്നില്ല. ദേവേന്ദ്രൻ ചിലത്തൊക്കെ കോഴിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഒരു സ്ഥലത്ത് പൂച്ചയായിട്ട് ഒളിച്ചിരുന്നു. അപ്പം മഹർഷി ബുദ്ധമുനി അദ്ദേഹത്തിൻ്റെ അഹല്യാമോക്ഷം അവിടെ ഒന്നുകൊണ്ട് ചോദിച്ചു, കാത്തിട്ടത് ആരാണ് അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അഹല്യ പറഞ്ഞ ഉത്തരം എന്താണെന്ന് പറഞ്ഞത് വളരെ രസമാണ്. അത്ര വൈസ്തവി മാർജാരൻ എന്നുള്ളതിൻ്റെ പ്രാകൃതമാണ് മജ്ജാര. മഹർഷി ഇത് കേട്ടൊന്ന് പുഞ്ചിരി ചിരിക്കുക, കേട്ടോ നീ ഇത്ര വലിയ ബുദ്ധി നിനക്ക് ആര് തന്നു? മാർജാരൻ മജ്ജാര എന്നുള്ളതിൻ്റെ പ്രാകൃതമാണ് മജ്ജാര എന്ന്. അതുകൂടാതെ അതിന് വേറൊരു ശേഷം കൊണ്ടൊരു അർത്ഥം കൂടെ ഉണ്ട്. എൻ്റെ ജാരനാണ് അവിടെ ഇരിക്കുന്നത്. കോപം വന്നിട്ടും മഹർഷി ഇത് അടക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, നീ മിടുക്കി തന്നെ ഈ തരത്തിൽ എന്നോട് സത്യത്തിന് ഭംഗം വരാത്ത തരത്തിൽ ഇപ്പോഴും എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഇത് പഠിക്കാനുള്ള ആവേശം കൊണ്ട് വളരെയധികം ഇതിനായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. സമയവും തഥൈവ. ഇനി എന്താണ് മാഷ് ഇന്നാളെ ഈ സസ്യാഹാര ശീലം തുടരുന്നുണ്ട്? ഇടയ്ക്ക് കുറച്ച് സുഖക്കേട് വന്ന് ചികിത്സയുടെ ഇടയ്ക്ക് ഭംഗം വന്നിട്ടുണ്ട്. ഈ ബൈബിളിൽ ഉപയോഗിക്കുന്ന സംജ്ഞകൾക്ക് പകരം വൈദികമായ പുരാണങ്ങളിലും മഹാകാവ്യങ്ങളിലും ഒക്കെ കാണുന്ന ശബ്ദങ്ങൾ മാഷ് ഉപയോഗിക്കും. ഇപ്പോൾ ആഹുതകളയബരം, ക്രൂസിഫൈ ചെയ്യുക എന്നുള്ളതിന് ആഹുതകളയബരം എന്നുള്ള വാക്ക് ക്രൂസിഫൈഡ് എന്നുള്ളതിന് മാഷ് പറയുന്നുണ്ട്. അതുപോലെയുള്ള വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഇപ്പോൾ ഗോകുലജാതം, ബോൺ ഇൻ എ കാറ്റിൽ ഷെഡ് എന്ന് പറയുന്നതിന് പകരം ഗോകുലജാതം, മാഷുടെ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ 2 വലിയ സംസ്കാരങ്ങൾ, ക്രിസ്തു ഭഗവാന്റെ ക്രൈസ്തവ സംസ്കാരം, ആ സംസ്കാരവും ഭാരതീയമായ വൈദിക സംസ്കാരവും തമ്മിൽ വളരെ അങ്ങോട്ട് സമന്വയിപ്പിക്കുന്ന ഒരു ദർശനം ഞങ്ങൾ വായിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. മാഷ എങ്ങനെയാണത് സാധിച്ചതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതെ,
എൻ്റെ അഭിപ്രായക്കാരും ശാസ്ത്രജ്ഞന്മാരിൽ ബഹുഭൂരിപക്ഷം എന്നോട് യോജിക്കുന്നുണ്ട്. ചിലർക്ക് ഇത്രയുള്ളൂ കേട്ടോ, ഇങ്ങനെ ക്രിസ്തുവിനെ ദൈവമാക്കാൻ പാടുണ്ടോ എന്നാണ്. അപ്പോൾ അത് എങ്ങനെ ഇരുന്നാലും ഈ 150ഓളം ഉദാഹരണങ്ങൾ ഈ രണ്ട് ഭാഷയും കൂടെ ചേർന്ന് പോകാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാൽ ആ ശബ്ദവും അർത്ഥവും ഏതാണ്ട് വളരെ സമാനമാണെന്ന് ഗ്രഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് വെറുതെ ബുദ്ധിമുട്ടുന്ന എന്തിനാണ് ഈ ജേക്കബ്, ജോസഫ് ഇങ്ങനെയൊക്കെ ഉള്ള പദങ്ങൾ, അതായത് സ്വപ്നാഭാവങ്ങൾ എന്തിനിങ്ങനെ അല്ലാതെ തന്നെ നമ്മുടെ സംസ്കൃത ഭാഷയിൽ തന്നെ ഉപയോഗിച്ചാലും ഇതിന് യാതൊരു അബദ്ധവും വരുന്നതല്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. അതുതന്നെ ദൃഷ്ടാന്തീകരിക്കാനാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ ക്രിസ്തുഭാവത എഴുതിയത്. അതിൽ ആദ്യത്തെ പദ്യത്തിൽ ജഗൽപതിയും ഗോകുലജാതം അർച്ചിതും, ഗോകുലത്തിൽ ജനിച്ച ജഗൽപതിയെ ആരാധിക്കുന്നതിന്, അപ്പോൾ ഗോകുലജാതി എന്ന് പറഞ്ഞുകൊണ്ടൊരു ഈശ്വരാംശം ഉണ്ടെന്നുള്ളത് വരുന്നുണ്ട്. പിന്നെ ജഗൽപതി ഈശ്വരനാണ് ക്രിസ്തുവിന് വരുന്നുണ്ട്. ജഗൽപതിയും ഗോകുലജാലമർത്തിലും അവരെ ലോകത്തിൽ ജനിച്ച ഈശ്വരനെ ആരാധിക്കാൻ പുറപ്പെട്ട വിദ്വാൻമാരെ 3 വിദ്വാൻമാരാണ് പ്രധാനമായി. എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് ഇന്നും തർക്ക വിഷയമാണ്. കിഴക്ക് ദിക്കിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കിഴക്ക് നിന്ന് പുറപ്പെട്ടെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അടുത്ത അയൽക്കാരനെ പറയും, അല്ലെങ്കിൽ എൻ്റെ വേറൊരു അയൽക്കാരനായ പരമേശ്വരൻ പിള്ള പറയും, ഇവിടെ നിന്നാണ് 3 വിദ്വാൻമാർ വന്നത്. അപ്പോൾ വിഭജിത സഞ്ചരതോന്നി ഇങ്ങനെ കിഴക്കൻ ദിക്കുകളിൽ നിന്ന് വന്ന 3 വിദ്വാൻമാരുടെ ജഗൽപതിയെ അല്ലെങ്കിൽ ഈശ്വരനെ, അതായത് തൊഴുത്തിൽ ജനിച്ച ഈശ്വരനെ ആരാധിക്കുന്നതിന് പുറപ്പെട്ട ഈ 3 വിദ്വാൻമാരെ ആരാണ് നയിച്ചത്? ജഗൽപതിയും ഗോകുലജാതമർത്തിതും വിഭജിത്തുകൾ വിദ്വാൻമാരെ സഞ്ചരതോ നിനായ, സഞ്ചരിച്ചിരുന്ന വിദ്വാൻമാരെ യാതൊന്നാണ് നയിച്ചിരുന്നത്. യാതൊന്നാണ് നയിച്ചിരുന്നത്. ആ നക്ഷത്രം തന്നെ സായേവ താരക, ആ താരകൻ തന്നെ ഇന്നും ആ സ്ഥാനത്ത് ഉദിച്ച് എന്നെ അനുഗ്രഹിക്കട്ടെ. കാവ്യാധ്വനിമേ രാജതാം. ആ കാവ്യാധ്വനി, കാവ്യത്തിൻ്റെ പാതയിൽ എനിക്ക് മാർഗദർശകമായി തീരട്ടെ. അത് ഉജ്ജ്വലമായ ഒരു നക്ഷത്രം. ഇതൊക്കെ നോക്കി ആളുകൾ എഴുതിയിട്ടുണ്ട്. പലതും 3 വിദ്വാൻമാർ വന്നിരുന്നു എന്നുള്ളത് ശരി തന്നെ. അത് രാജാക്കന്മാരല്ല, അത് വലിയ നക്ഷത്രശാസ്ത്രജ്ഞന്മാരായിരുന്നു എന്നാണ് പറയുന്നത്. മാഷോടൊപ്പം അല്പസമയം ചെലവഴിക്കുന്നത് വരമാണ്, ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. നമ്മുടെ പഴയ രീതിയിൽ 120 വർഷമാണ് പൂർണ്ണ പുരുഷായുസ്. ആ അവസരത്തിൽ ഇതുപോലെ മാഷോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ ഈശ്വരൻ മാഷയെയും ഞങ്ങളെയും ലോകത്തെയും അനുഗ്രഹിക്കട്ടെ.
എനിക്ക് വളരെ സന്തോഷം.